ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ക്രീമിയാണ്, ടേസ്റ്റിയാണ്. എന്നാൽ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങൾ ആ കമൻറ്റ് ഇടുന്നതിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഞാൻ നിങ്ങളുടെ സമയം അങ്ങോട്ട് വേസ്റ്റ് ആക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് റെസിപ്പി കണ്ടാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വായോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബോളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ. അപ്പോൾ മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളിവിടെ 3 വരെ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 മുട്ട എടുത്തത്. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു കാര്യം ഓർമ്മ വരും. ഇത് നമ്മുടെ ചില്ലി ഗാർലിക് എഗ്ഗിൻ്റെ അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഏകദേശം ആ ഒരു ടേസ്റ്റും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയൊക്കെ അതുപോലെയാണ്. പക്ഷേ അതിൻ്റെതായ ആ ഒരു ടേസ്റ്റ് തന്നെയല്ല, വേറൊരു വ്യത്യസ്ത ടേസ്റ്റിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ടയിലേക്ക് ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചങ്ങെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് നല്ല പോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരെയും അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വളരെ ചെറിയൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ ബട്ടർ ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കിയാൽ മതിയാവേ. അല്ലെങ്കിൽ ഈ ബട്ടറൊക്കെ കരിഞ്ഞു പോയി വേറൊരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതാണ്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഒരുപാട് ആദ്യം തന്നെ ഇട്ടങ്ങ് ഇളക്കരുത്. അപ്പോൾ നമുക്ക് വലിയ പീസായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത്തിരി ഒന്ന് വെന്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തൊടാനായിട്ട്. അപ്പോൾ അതാണ്ട് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ പതിയെ പതിയെ ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ചെറിയ പീസാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ചിക്കി എടുത്താൽ മതിയാവും. ഇപ്പം നാടൻ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് റെഡിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ ഈ അടിയിൽ പിടിക്കുന്ന ഈ പ്രക്രിയയൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ എപ്പോഴായാലും ഹെൽത്തി നമുക്ക് ഇങ്ങനെയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ദാണ്ട മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കുവേ നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം ഈ പാൻ കൊണ്ട് നമുക്ക് ഇനിയും പരിപാടികളുണ്ട്. അപ്പം വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് അതും ഒന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതാണ് കേട്ടോ. ഒരു 10-11 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ 6-7 മതിയാവും. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് ആ ബട്ടർ ഇട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വെളുത്തുള്ളി അല്ലി നല്ല കൂടുതൽ ചേർക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കോൺഫ്ലോർ ചേർത്തിട്ട് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പാലിൽ കോൺഫ്ലോർ ഒന്ന് മിക്സാക്കി ചേർത്താലും മതിയാവും. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായി വരാൻ തുടങ്ങും. ഇപ്പം തന്നെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ഇല്ലെങ്കിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക നല്ല ടേസ്റ്റും കുറച്ച് നല്ല ക്രീമി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നല്ല പോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ ഇത് നല്ലപോലെ പെട്ടെന്ന് അങ്ങ് തിക്കായി. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പാല് തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. ഞാൻ പക്ഷേ പാല് ചേർക്കുന്നില്ല. ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ഇതിപ്പോൾ നല്ലപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണൊക്കെ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ സമയം വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഈ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചേർത്തിട്ട് വീണ്ടും ഇത് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ടെ നല്ലപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ എളുപ്പമാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പക്ഷെ നല്ല ക്രീമിയാണ് കേട്ടോ. നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ പൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ചില്ലി ഗാർലിക് എഗ്ഗൊക്കെ അതിൻ്റെ ഏകദേശം അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് വരും. ആ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ വരും. എന്നാലും അതേപോലത്തെ ടേസ്റ്റും അല്ല, ഒരു വ്യത്യസ്ത രീതിയിലുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു ഐറ്റമാണ് റെഡി ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും. വീണ്ടും വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പം നമുക്ക് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.